പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്ന നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതിൽ നമ്മൾ മാനേജ്മെൻറ്റ് എന്താണെന്നും മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ the statements of fundamental truth which act as a guidelines for taking managerial action and decisions. ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Then principles are based on scientific study, enquiry and analysis. നമ്മുടെ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൃത്യമായ പഠനങ്ങളിലൂടെയും വിശകലനങ്ങളിലൂടെയും അതുപോലെ തന്നെ കൃത്യമായ പരിവർത്തനങ്ങളുടെ രൂപം കൊണ്ടതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് കാണാം ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾസ്. നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നതോടൊപ്പം നമ്മൾ മുൻ ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള പ്യുവർ സയൻസ് പ്രിൻസിപ്പിളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ, പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾസ് റിജിഡ് ഇൻ നേച്ചർ. അതിൽ തന്നെ അറിയാം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതാണ്, ഫ്ലെക്സിബിൾ ആണ്, അയവുള്ളതാണ്. ബട്ട് പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിജിഡ് ആണ്. വൺസ് അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രിൻസിപ്പിൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതല്ല. ജനറലി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് റിക്വയർമെൻറ്റ് ഓഫ് ദ ബിസിനസ് എൻവയറമെൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിനെ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഡു നോട്ട് ചേഞ്ച് ദെയർ നേച്ചർ വിത്തിൻ ദ ടൈം ഓർ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റുന്നതല്ല പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ അപ്ലൈഡ് ഇൻ ഹ്യൂമൻ ബീയിങ്. ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് സെയിം റിസൾട്ട് ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സ് നെവർ റെസ്പോണ്ട് ഇൻ ഐഡൻറ്റിക്കൽ മാനർ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഭൂരിഭാഗവും നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിനെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മെയിനായിട്ട് മനുഷ്യനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ചിന്താഗതികളും മനുഷ്യൻ്റെ ബിഹേവിയറിലും ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ആവണമെന്ന് ഉറപ്പില്ല. പക്ഷേ പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ അപ്ലൈഡ് ഇൻ ഫിസിക്കൽ മാറ്റേഴ്സ്. ഇറ്റ് ആൾവേസ് ഷോ സെയിം റിസൾട്ട്. പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് മെജോറിറ്റിയും അത് ഫിസിക്കൽ മാറ്റേഴ്സിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്യുവർ അല്ലെങ്കിൽ സയൻറ്റിഫിക് സയൻസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവ സവിശേഷതകൾ നോക്കാം. ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഉള്ളതാണ്. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും the principles of management are applicable to all types of organization irrespective of their size and nature. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സാർവലൗകികമായ ഒന്നാണ്. അതുപോലെ തന്നെ ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ബിസിനസ് എന്നോ നോൺ ബിസിനസ് എന്നോ സ്മോൾ സ്കെയിൽ എന്നോ ലാർജ് സ്കെയിൽ ബിസിനസ് എന്നോ പബ്ലിക് എന്നോ പ്രൈവറ്റ് എന്നോ മാനുഫാക്ചറിങ് എന്നോ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് എന്നോ അങ്ങനെ വ്യത്യാസമില്ലാതെ
മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ജനറൽ ഗൈഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക് ഓർ ആബ്സല്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് ആൻസർ അല്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അല്ല. ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ അല്ല മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺലി എ ഗൈഡ് ലൈൻ. അതായത് ഇപ്പോൾ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സൊല്യൂഷനിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു റെഡിമെയ്ഡ് ആൻസർ അല്ല, ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ അല്ല മാനേജ്മെൻറ്റ്, ഓൺലി ഒരു മാർഗദർശി മാത്രമാണ്. മൂന്നാമത്തെ, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിമെൻറ്റേഷൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, these principles of management have been developed only after deep and through research work. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള എക്സ്പീരിമെൻറ്റുകൾ, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ അറിവുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വയ്ക്കുന്നത്. ഒരു ഫോർട്ട്നൈറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതല്ല. മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ എടുക്കാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിന് ഒരു എക്സാമ്പിളാണ് ഫാറ്റിക് സ്റ്റഡി, അതായത് ക്ഷീണപഠനം. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അതായത് നമുക്കറിയാം, ഒരു ചില സ്ഥാപനങ്ങളിലൊക്കെ ഷിഫ്റ്റുകൾ, നൈറ്റ് ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ 4-5 ഷിഫ്റ്റുകളിൽ ആളുകൾ ജോലി ചെയ്യുന്നത് കാണാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് നമുക്ക് എത്ര മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ആൾക്ക് കൃത്യമായ ഇടവേളകൾ, ഇൻ്റർവെൽസ് കൊടുത്തില്ലെങ്കിൽ തുടർന്നുള്ള ആളുടെ ജോലിനെ അത് ബാധിക്കും. അപ്പോൾ എത്ര സമയമാണ് ഒരാൾക്ക് കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുക, അതിനെയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ പഠനം നടത്തി എത്ര മണിക്കൂറിന് ശേഷമാണ് ഒരാൾക്ക് ഇൻ്റർവെൽ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഇടവേളകൾ, അതാണ് ഷിഫ്റ്റിംഗ് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്കറിയാം ആ ഒരു എംപ്ലോയിയുടെ തുടർന്നുള്ള വർക്കിനെ അത് ബാധിക്കും, ആളുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിമെൻ്റ് നടത്തി അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് ഫ്ലെക്സിബിലിറ്റി. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ദ മാനേജർ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സിറ്റുവേഷൻ. നമുക്ക് അതിൽ തന്നെ പറയുന്നുണ്ട്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി മോഡിഫൈഡ്. നമുക്ക് സാഹചര്യങ്ങളനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമാക്കാവുന്നതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ ഇനി തുടർന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്ന സെൻട്രലൈസേഷൻ ഓർ ഡീസെൻട്രലൈസേഷൻ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. ചില സ്ഥാപനങ്ങളിൽ നമുക്ക് കേന്ദ്രീകരണം എപ്പോഴും നടപ്പിലാക്കാൻ പറ്റില്ല, ചില സമയങ്ങളിൽ വികേന്ദ്രീകരണവും ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഈ കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും, അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ കൃത്യമായി നമുക്ക് സാഹചര്യങ്ങളനുസരിച്ച് മാറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. അതാണ് നമ്മളെ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്യാരക്ടർ നോക്കാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ബിഹേവിയറൽ ഇൻ നേച്ചർ. ബിഹേവിയറൽ എന്ന് പറയുന്നത് the management principles are formed to guide and influence the behavior of the employees. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മെയിൻലി ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. നമുക്ക് ആലോചിച്ച് നോക്കാം, ഏതൊരു ഓർഗനൈസേഷനിലും മാനേജ് ചെയ്യപ്പെടുന്നത് ഹ്യൂമൻ ബീയിങ്ങിനെയാണ്. അവരെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന, അവരെ പെരുമാറ്റങ്ങളെ, അവരുടെ സ്വഭാവങ്ങളെ പരിഗണിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തക്ക രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്ങിനെ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബിഹേവിയറിനെ എയിം ചെയ്തുകൊണ്ടുള്ളതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. കാരണം നമുക്ക് മാനേജ് ചെയ്യേണ്ടത് ഹ്യൂമൻ ബീയിങ്ങിനെയാണ്. അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിലായിരിക്കും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്.
കാര്യകാരണ ബന്ധങ്ങളുള്ളതായിരിക്കും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. Management principles are based on cause and effect. That means these principles tell us if a particular principle is applied in a situation and what might be the result. അതായത് നമ്മളൊരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ അടുത്തൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ എക്സാമ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരു എംപ്ലോയി അറ്റ് എ ടൈം ഒരാളിൽ നിന്ന് മാത്രമേ കമാൻഡുകൾ, അതായത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഓർഡേഴ്സ് സ്വീകരിക്കാൻ പാടുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒന്നിലധികം സൂപ്പീരിയറിൽ നിന്ന് ഒരു സബോർഡിനേറ്റ് ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സിൽ അറ്റ് എ ടൈം ഒന്നിലധികം ടീച്ചേഴ്സ് ക്ലാസ് എടുത്താൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, നമുക്ക് ആരെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ആരും പറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഗുണം, അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് ഇവിടെ പറയുന്നത്. then അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കോണ്ടിജൻറ്റ് ഓർ ഡിപ്പെൻഡൻറ്റ്. Management principles are depend upon the situation prevailing in the organization. Their application and effect depending upon the nature of the organization. കണ്ടിജൻ്റ് എന്ന് പറയാവുന്ന കാരണം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴല്ല, കുറച്ച് നമുക്കറിയാം ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രിവൈലിംഗ് സിറ്റുവേഷനിലാണ് നമ്മളുടെ പ്രിൻസിപ്പിൾസ് എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേ പ്രിൻസിപ്പിൾസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ അനുസരിച്ച് അത് മാറ്റാൻ പറ്റുന്നതാണ്. ദേ ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്ന കാലഘട്ടമല്ല ഇപ്പോൾ. അപ്പോൾ കാലഘട്ടങ്ങളുടെ മാറ്റം അനുസരിച്ചും നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡൈനാമിക് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാനേജ്മെൻറ്റ് ഡൈനാമിക് ആണ്. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും സാഹചര്യങ്ങളും അതുപോലെ പ്രിവെയിലിംഗ് സിറ്റുവേഷനും അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്, മാറ്റങ്ങൾക്ക് വിധേയമാക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡിംഗ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻക്രീസസ് ദ മാനേജീരിയൽ എഫിഷ്യൻസി ബൈ ഇൻക്രീസിങ് ദയർ നോളജ്. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പോകുന്ന ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അവിടുത്തെ മാനേജേഴ്സിന് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കൊടുക്കുന്നത് ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനാണ്. അതായത് യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഉൾക്കാഴ്ച കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കും. അവർക്ക് അറിവ് കൂട്ടുന്ന, ഒരു നിലവിലുള്ള നോളേജ് ബേസ് കൂട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. മാത്രമല്ല നമ്മുടെ സിറ്റുവേഷനുകൾ നമ്മളെ ഇപ്പോൾ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അവസരങ്ങൾ മുതലാക്കാനുള്ളൊരു അവസരങ്ങൾ കിട്ടുന്നു. തെറ്റുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പിന്നീട് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. മോറോവർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ മാനേജേഴ്സിന് ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ അറിവുകൾ കൂട്ടാനും കഴിവുകൾ കൂട്ടാനും പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരമാണ്. അതാണ് പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കാം, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എക്വിപ്പ് മാനേജേഴ്സ് ടു ഫോർസീ ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് ദെയർ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് അവിടെ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളാണ് ഹ്യൂമൻ ബീയിങ്സും, അതായത് മാനുഷികവും ഭൗതികവുമായ വിഭവങ്ങളെന്ന് പറയുന്നത്, റിസോഴ്സസ് എന്ന് പറയുന്നത് ഏറ്റവും ലിമിറ്റഡ് ആണ്. അവയെ ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഈ ഒപ്റ്റിമം എന്ന് പറയുന്നത് ചുരുങ്ങിയ ചെലവിൽ പരമാവധി മെച്ചം ഉണ്ടാക്കുക. അതാണ് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന ഒരു മാനേജർക്ക് അവിടുത്തെ റിസോഴ്സുകളെ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമം എന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. വേസ്റ്റ് ഇല്ലാതെ എഫക്റ്റീവായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ട്. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻസ് നോക്കാം,
Scientific decisions. Management principles help managers to take thoughtful decisions. നമുക്കറിയാം, ഒരു മാനേജേഴ്സിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. ടൈംലി ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ്. ഈ തീരുമാനങ്ങൾ എപ്പോഴും കൃത്യമായ പഠനങ്ങളുടെയും ചിന്തകളുടെയും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം എടുക്കേണ്ടത്. ചുമ്മാ നമ്മൾ ഒരു വേഗ് പിക്ചറിൽ എടുക്കാൻ പാടില്ല. അതും പറഞ്ഞു, ഇൻ ടൈമിലായിരിക്കണം. ഒട്ടും നമുക്ക് ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും മാർക്കറ്റിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ മാനേജേഴ്സ് കൃത്യമായി പഠനങ്ങളിലൂടെ, നമുക്കറിയാം തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കൃത്യമായ പഠനങ്ങളുടെയും നല്ല രീതിയിലുള്ള ചിന്തകളിലൂടെയും വിശകലനങ്ങളിലൂടെയും ഒക്കെ വേണം ഒരു തീരുമാനത്തിലെത്താൻ. അതിനൊട്ടും സമയം എടുക്കാനും പാടില്ല, ഇൻ ടൈമിലായിരിക്കണം. സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ ഈ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ, അതായത് സയൻറ്റിഫിക് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറയാനുള്ളൊരു കാരണം. അവിടെ നോക്കാം, മീറ്റിംഗ് ചേഞ്ചിങ് എൻവയറമെൻറ്റ് റിക്വയർമെൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് ദ മാനേജേഴ്സ് in implementing the changes in right direction and right level in the organization. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫ്ലെക്സിബിൾ ആണ്. ദേ ക്യാൻ ബി ചേഞ്ച്ഡ് ഓർ മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ എൻവയർമെൻറ്റ്. നമുക്കറിയാം എൻവയർമെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങളനുസരിച്ച് മാറ്റാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ളതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ മാനേജേഴ്സിനെ ഏത് സാഹചര്യം വന്നാലും, പരിസ്ഥിതിയിൽ എൻവയറമെൻറ്റിൽ എന്ത് മാറ്റങ്ങൾ വന്നാലും ആ മാറ്റങ്ങളനുസരിച്ച് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്ത് പോകാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത്, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇറ്റ് ഹെൽപ്പ് ദ മാനേജേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ബിസിനസ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് സ്ഥാപനം സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളതായിരിക്കണം. ഉത്തരവാദിത്തമില്ലാതെ സമൂഹത്തിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനും നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സമൂഹത്തിനുള്ളതായിരിക്കണം. സമൂഹം എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന ഹ്യൂമൻ ബീങ്സ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അടുത്തറിയാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ, സാമൂഹ്യ ഉത്തരവാദിത്തത്തിനും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കണ്ടിട്ട് തന്നെയാണ്. സാമൂഹ്യ ഉത്തരവാദിത്തം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. സമൂഹത്തോട് ഉത്തരവാദിത്തം ഇല്ലാതെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് നമുക്ക് മുന്നോട്ട് പോകാനോ നിലനിൽക്കാനോ സാധിക്കില്ല. അടുത്ത് നോക്കാം, ബേസ് ഫോർ മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് are used as a basis for management training, education and research. നമുക്കറിയാം, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ദ കോർ ഓഫ് മാനേജ്മെൻറ്റ് തിയറി. നമ്മുടെ മാനേജ്മെൻറ്റ് തിയറിയുടെ കോർ ഏരിയയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് നട്ടെല്ലാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ തത്വങ്ങളിൽ അടിസ്ഥാനത്തിലാണ് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും റിസർച്ചുകൾ വരെ നടക്കുന്നത്. ഇന്ന് മാനേജ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു പഠന വിഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നമുക്ക് MBA പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ BBAക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക പഠന ശാഖയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. നമ്മളിപ്പോൾ MBA പഠിക്കുമ്പോഴും BBAക്ക് പഠിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഏത് കോഴ്സ് പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ പഠിക്കുന്നതും ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുത്തത് നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ അതിൻ്റെ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ടിൽ അപ്ഡേറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.